തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ ഭരണസമിതിയുടെ അലംഭാവത്തിൽ ദുരിതമനുഭവിക്കുന്നത് ചാലയിലെ കച്ചവടക്കാരും തൊഴിലാളികളുമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം നിർമ്മിച്ച ശുചിമുറികൾ ഉൾപ്പെടെ പൊതു ശൗചാലയം തുറന്നു നൽകുമെന്ന വാഗ്ദാനം പാലിക്കാതെയാണ് കോർപ്പറേഷനിലെ മുൻ ഇടതു ഭരണസമിതി പടിയിറങ്ങിയത്. പുതിയ BJP ഭരണസമിതിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചാലയിലെ വ്യാപാരികൾ. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം നമ്മൾ ഇന്ന് തുടക്കം മുതൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ വ്യവസായ കേന്ദ്രമാണ്, അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രമാണ്. അവിടേക്ക് എത്ര പേരാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്, എത്ര പേരാണ് അവിടെ കച്ചവടം നടത്തി ജീവിക്കുന്നത്. അപ്പോൾ ഒരിടം കച്ചവടത്തിന് യോഗ്യമാകുന്നതും അവിടേക്ക് ആളുകൾ കടന്നു വരുന്നതും അവർക്ക് ആവശ്യമുള്ളത് അവിടെ കിട്ടും എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ലാഭത്തിന് കിട്ടുമെന്നതുകൊണ്ടാണ്. അവിടെ ശൗചാലയം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ല അവിടുത്തെ അവസ്ഥ എന്നോർക്കണം. അപ്പോൾ പുതിയ ഭരണസമിതി അത് അവർക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിലാക്കും എന്ന പ്രതീക്ഷയാണ് അവിടുത്തെ വ്യാപാരികൾക്ക്, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ്. പടിയിറങ്ങിപ്പോയ ഇടത് ഭരണസമിതിയാണ് 2020 നിർമ്മിച്ചതാണ്. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിൽ പല ആവശ്യങ്ങൾക്കായി എത്തുന്നവരുണ്ട്. സാധനം വാങ്ങാനായിട്ട് അടക്കം പ്രധാന വ്യാപാര കേന്ദ്രമായ ചാല കമ്പോളത്തിലേക്കാണ് എത്തുന്നത്. 10,000-കണക്കോളം തൊഴിലാളികൾ അവിടെ ജോലിയെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു ഇടമില്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു വർഷങ്ങളായി. അവരുടെ നിരന്തരമായിട്ടുള്ള പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പൊതു ശൗചാലയം നിർമ്മിക്കുവാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചാല പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസം വകുപ്പിന് കൈമാറിയാണ് ഇത് നിർമ്മിച്ചത്. നിർമ്മാണമൊക്കെ പൂർത്തിയായി വർഷങ്ങൾ പിന്നിടുന്നു. 2020 നിർമ്മാണം പൂർത്തിയായി. 22-23 കാലയളവിൽ ഉള്ളിൽ തന്നെ പണികൾ പൂർത്തിയായി. പക്ഷേ ഇപ്പോഴും വൈദ്യുതി കണക്ഷനൊപ്പം തന്നെ ഈ ജലവിതരണവും അതുപോലെ തന്നെ ഡ്രെയിനേജ് സംവിധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് നിർമ്മിച്ച് മുൻ മേയറായ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയർ അടക്കം അവിടെ സന്ദർശിച്ചതുമാണ് 1.5 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് ഉറപ്പ് നൽകിയതുമാണ് ഇത്രയും വേഗം നിങ്ങൾക്കിത് തുറന്നു നൽകുമെന്നുള്ളത്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഇരുനില കെട്ടിടമാണ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു ശൗചാലയമുണ്ട്. അത് ഇവിടെ വരുന്ന, അതായത് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ ശുചിമുറികളുള്ള ഒരു പൊതു ശൗചാലയമുള്ളത്. പക്ഷേ ഇത് നിർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാഴ്ചവസ്തുവായി മാത്രം നിലനിൽക്കുകയാണ്. ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതിന് വലിയൊരു ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇത് ഉറപ്പ് നൽകി പോയവരാണ്. ഈ മുൻ ഭരണസമിതിയോട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമൊക്കെ നിർമ്മാണങ്ങളൊക്കെ വേഗത്തിലാക്കണം, ജലവിതരണം അടക്കം ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ നിരന്തരം പറഞ്ഞിട്ടും അന്ന് ആ മന്ദിരം, അതായത് ഈ പൊതു ശൗചാലയം നിർമ്മിച്ച ആ കെട്ടിടമടക്കം സന്ദർശിച്ച് മടങ്ങിയിട്ടും ആ വാക്ക് പാലിക്കാതെയാണ് ഇടതു ഭരണസമിതി ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ്. ഏറ്റവും ഇപ്പോൾ അവർ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനപ്രതിനിധികളടക്കം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ആറ്റുകാൽ പൊങ്കാല കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ നഗരത്തിന്റെ എല്ലാ മേഖലകളിലും പൊങ്കാല അർപ്പിക്കാൻ നിരവധി ഭക്തർ കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ തന്നെ അടിയന്തരമായി ഇതിന്റെ നിർമ്മാണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ബാക്കി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി കഴിഞ്ഞാൽ അത് ഈ പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാകും എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യം കൗൺസിലർ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ അടിയന്തരമായി നടപടി സ്വീകരിക്കും. അവരുടെ പരിഗണനയിൽ തന്നെയാണ് വിഷയം. ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി വെക്കുന്നുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇത് നിർമ്മിച്ചിട്ടു, പക്ഷേ ഇത് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. പഴയ ഭരണസമിതിയോട് പറഞ്ഞു മടുത്തു. സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അത് ഈ പുതിയ ഭരണസമിതിക്കുള്ള ചുമതലയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതി പടിയിറങ്ങിപ്പോയപ്പോൾ വലിയൊരു ഭാരം കൂടിയാണ് ഈ പുതിയ ഭരണസമിതിക്ക് മേൽ വെച്ചു കൊടുത്തത്. മനുഷ്യരായിട്ടുള്ളവർ എങ്ങനെയാണ് വീണ ഇത്രയും വൃത്തിഹീനമായുള്ള ആ ശൗചാലയങ്ങളൊക്കെ വൃത്തിയാക്കുക? സ്ക്രീനിൽ കണ്ടിട്ട് പോലും നമുക്ക് അത്രത്തോളം അറപ്പുളവാകുന്നുണ്ട്. തീർച്ചയായും അശ്വതി, ഇന്നലെ നമ്മൾ ജനം ടിവിയുടെ വാർത്താ സംഘം ആ സ്ഥലത്ത് പോയതാണ്. കൃത്യമായി നമ്മൾ അതിൻ്റെ അകമൊക്കെ പരിശോധിച്ച് വളരെ വൃത്തിഹീനമായൊരു സാഹചര്യത്തിൽ തന്നെയാണ് പക്ഷികളും മറ്റും ചത്തു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൊടി പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. ഈ കോർപ്പറേഷനിലെ മറ്റ് ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അത് വൃത്തിയാക്കുക എന്നുള്ളത് ഇരട്ടി ജോലി കൂടി നൽകിയിരിക്കേണ്ടി. ഈ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇടതുപക്ഷമൊക്കെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നഗരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി, തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന
പ്രവർത്തനങ്ങളാണ് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഇടതു ഭരണസമിതി ചെയ്തതെന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മൾ നഗരത്തിന്റെ പല ഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അഥവാ പൂർത്തീകരിച്ചതാണെങ്കിൽ പോലും അത് തുറന്നു നൽകിയിട്ടുള്ളതാണ്. മറ്റൊരു വാർത്തയും നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കോട്ടയ്ക്കകത്ത് തന്നെ KSRTC ഗ്യാരേജിന്റെ സമീപം 12 കടമുറികൾ വഴിയോര കച്ചവടക്കാർക്ക് നിർമ്മിച്ചു ഇട്ടിട്ട് വർഷങ്ങളാവുന്നു. ആ കടയും ഇതുവരെ തുറന്നു നൽകാതെയാണ് ഈ ഇടതുപക്ഷ ഭരണസമിതിയൊക്കെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. താഴെത്തട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും അവർക്ക് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി അവരെ വഞ്ചിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിന്റെ മറ്റൊരു കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ ഭരണസമിതിയിൽ നിന്ന് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. കോർപ്പറേഷൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അശ്വതി. തീർച്ചയായും വീണ, അത് തന്നെയാണ്. എന്തായാലും ഈ വൃത്തിഹീനമായ സാഹചര്യമൊക്കെ മാറ്റിയെടുക്കാൻ പുതിയ ഭരണസമിതി തയ്യാറാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടക്കം വരുന്നവർക്ക് ഇത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റാൻ തന്നെയാണ് നമ്മുടെ പുതിയ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. വീണയാണ് വിവരങ്ങൾ പങ്കുവച്ചതിന്.